നമസ്കാരം, എല്ലാവർക്കും സത്സംഗ് വിത്ത് ഋഷിയിലേക്ക് വീണ്ടും സ്വാഗതം. എനിക്ക് കുറച്ച് ക്ലാസ്സൊക്കെ ആയിട്ട് തിരക്കായതുകൊണ്ടാണ് ഒരു 2 ആഴ്ച വൈകിയത്. പിന്നെ കുറച്ച് ഞങ്ങളുടെ ഫാമിലി പരമായിട്ട് കുറച്ച് യാത്രകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, എൻ്റെ അടുത്ത് എപ്പോഴും ആൾക്കാർ ചോദിക്കുന്നത് ഈ അബണ്ടൻസ് ക്രിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് ഇന്ന് നമ്മൾ ഇടുന്നത്. ആൾക്കാർക്ക് ചോദിക്കുന്നതാണല്ലോ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നതാണല്ലോ നമുക്ക് ഇടേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ, അതായത് നമുക്ക് എങ്ങനെ ലൈഫിൽ അബണ്ടൻസ് കൂടുതൽ കൊണ്ടുവരാം എന്നുള്ളതിൻ്റെ ഒരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണ് വാട്ടർ മാനിഫെസ്റ്റേഷൻ. വാട്ടർ മാനിഫെസ്റ്റേഷൻ, ജലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മതങ്ങളിലും പല കൾച്ചേഴ്സിലും സ്പിരിച്വലി പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കും, അല്ലേ? ചാർജ് ചെയ്യാൻ ഉപയോഗിക്കും. ജലം കൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു ടെക്നിക്കാണ് നമ്മൾ, ജലം കൊണ്ട് ഒരു ടെക്നിക്കാണ് നമ്മൾ ചെയ്യുന്നത്, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് മാത്രം. ഇതെല്ലാ ദിവസവും നിങ്ങൾ ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ ഈ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ പൂർണ്ണമായും കുടിക്കേണ്ടതുമാണ്. ഇത് നമ്മൾ ചാർജ് ചെയ്യുന്ന പ്രോസസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം എടുക്കാം. ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കാം. അപ്പോൾ വെള്ളം എടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് 4 സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് പ്യൂരിഫിക്കേഷൻ, സെക്കൻഡ് സ്റ്റെപ്പ് ബാലൻസിങ്, തേർഡ് സ്റ്റെപ്പ് വിഷ്വലൈസേഷൻ ആൻഡ് ഫോർത്ത് സ്റ്റെപ്പ് ഗ്രാറ്റിറ്റ്യൂഡ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ഈ വെള്ളത്തിനെ പ്യൂരിഫൈ ചെയ്യാൻ എല്ലാം ഇൻറ്റൻഷൻ, സങ്കല്പ ശക്തിയിലാണ് ഇതെല്ലാം വർക്കാവുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ തന്നെ അറിയാമല്ലോ, സങ്കല്പ ശക്തിയാണ്. ലോ ഓഫ് സറണ്ടറിലേക്ക് എത്തുന്നതിൻ്റെ ആദ്യത്തെ പടിയാണ് ലോ ഓഫ് അട്രാക്ഷൻ. ലോ ഓഫ് സറണ്ടർ ആണ് അൾട്ടിമേറ്റ് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പ്യൂരിഫിക്കേഷൻ, അതായത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കാം. വെള്ളം എടുത്തതിന് ശേഷം വെള്ളം നമ്മളുടെ ഇടത്തെ കൈപ്പത്തിയിൽ വെക്കുക. അതിനുശേഷം നമ്മൾ ഒഴിയുന്ന പോലെ, കൈകൊണ്ട് ഒഴിയുന്ന പോലെ ഒരു ഇൻറ്റൻഷൻ, ഈ ജലം പ്യൂരിഫൈ ആകണം എന്ന് പറഞ്ഞൊരു ഇൻറ്റൻഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഒരു 6 പ്രാവശ്യം കറക്കുക. ഇത് കറക്കുമ്പോൾ ആ ഇൻറ്റൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്താണ്, ഈ ജലം ശുദ്ധീകരിക്കട്ടെ എന്നുള്ളൊരു ഇൻറ്റൻഷനിൽ അത് ശുദ്ധീകരിക്കുന്നതായി നമ്മളുടെ മനസ്സിൽ സങ്കല്പിച്ച് വേണം നമ്മളിത് ചെയ്യാൻ. സങ്കല്പമാണ് എല്ലാം, അല്ലേ? സങ്കല്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബാലൻസിങ് ചെയ്യണം. ബാലൻസിങ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിങ്ങനെ അമർത്തി പിടിച്ചിട്ട് ദിസ് വാട്ടർ ഇസ് ബാലൻസിങ്, ഈ ജലം ബാലൻസ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് സങ്കല്പത്തിൽ പറയുക. ഇൻറ്റൻഷനോടുകൂടി ബാലൻസിങ്, ദിസ് ഇസ് ബാലൻസിങ്, ഈ വാട്ടർ ബാലൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ബാലൻസിങ്, ദിസ് ഇസ് ബീങ് ബാലൻസ്ഡ് എന്ന് പറയുക. അതിനുശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിഷ്വലൈസേഷൻ. നമ്മൾ ഇന്നിവിടെ ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? അബണ്ടൻസിന് വേണ്ടിയാണ്. സമൃദ്ധി, ഭൗതികമായിട്ടുള്ള സമൃദ്ധിക്കായിരിക്കും മിക്ക ആൾക്കാരും ചെയ്യുന്നത്. അപ്പോൾ ഭൗതികമായിട്ടുള്ള സമൃദ്ധി ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെന്തൊക്കെ ചെയ്താലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ യാതൊരു പ്രയോജനവും ഇല്ല. ഇതെല്ലാം നമ്മൾ പറയത്തില്ലേ, നാം പാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലെയാണത്. നമ്മളുടെ ഹാർഡ് വർക്കും നമ്മളുടെ ഇൻറ്റൻഷനും നമ്മളുടെ എന്താ പറയുക, എന്തും നേടാം എന്നുള്ളൊരു ആ കോൺഫിഡൻസ് ആണ് നമുക്കിതൊന്ന് തരുന്നത്. ആ ഈശ്വരൻ്റെ ആ ഒരു യൂണിവേഴ്സൽ എന്താ പറയുക, ഒരു ടെക്നിക്ക്, ആ യൂണിവേഴ്സൽ എനർജിയുടെ ആ ഒരു എന്താ പറയുക സപ്പോർട്ട് ഈശ്വരനിൽ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ കരുതാം. അല്ലാത്തവർക്ക് എന്താണ്, ഇതൊരു പ്ലാസിബോ ആയിട്ട് കരുതാം, ഒരു പ്ലാസിബോ എഫക്റ്റ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ഡോക്ടറിനെ പോകുമ്പോൾ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് എന്താ പറയുക ഒരു ആശ്വാസം ഉണ്ടാവും. അതേപോലെ നമുക്കൊരു പ്ലാസിബോ എഫക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ലാത്തവർക്ക് അങ്ങനെ കരുതാം. ഇതിലൊക്കെ വിശ്വസിക്കുന്നവർക്ക് ഇതൊരു യൂണിവേഴ്സൽ ഹെൽപ്പായിട്ട് നമുക്ക് കരുതാം. അത് ഒരു അടിത്തറ പാകുന്നത് പോലെയാണ്. വീടിന് അടിത്തറ ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ എൻ്റെ മുകളിൽ പൊക്കണമെങ്കിൽ, കെട്ടിപ്പൊക്കണമെങ്കിൽ കൂടുതൽ ഹാർഡ് വർക്ക് വേണ്ടി വരും, അല്ലേ? പക്ഷെ അടിത്തറ സ്ട്രോങ് ആണെങ്കിൽ, നമ്മളുടെ കോൺഫിഡൻസ്, നമ്മളുടെ എന്താ പറയുക ഐശ്വര്യമായിട്ടുള്ള അനുഗ്രഹം സ്ട്രോങ് ആണെങ്കിൽ എല്ലാം പോസിബിളാണ്. വിഷ്വലൈസേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ട്, നമ്മൾ കണ്ണടച്ചുകൊണ്ട് ആ അബണ്ടൻസ്, നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് അബണ്ടൻസ്, ഒരുപാട്
സമൃദ്ധി, ഒരുപാട് പണം എല്ലാം നമ്മുടെ ലൈഫിലേക്ക് ഒഴുകി വരുന്നതായി അതിങ്ങനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. ഒരു സിനിമ കാണുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യാം. അതിങ്ങനെ വരുന്നതായിട്ട് കാണുക, അത് വരുമ്പോൾ നമ്മളത് മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നത് കാണുക, എല്ലാവരും നമുക്ക് വേണ്ടി സന്തോഷിക്കുന്നത് കാണുക, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് കാണുക, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങി കഴിക്കുന്നത് കാണുക, എല്ലാം കാണുക. എന്നിട്ട് നമ്മളത് സംഭവിക്കട്ടെ. ഈ ജലം ആരാണോ കുടിക്കുന്നത്, നമ്മളാണ് കുടിക്കുന്നത്, അപ്പോൾ ഈ വെള്ളം കുടിക്കുന്ന എന്നിലേക്ക് അബണ്ടൻസ് ഫ്ലോ ചെയ്യട്ടെ എന്ന ഒരു ഇന്റൻഷനോട് കൂടി ക്ലോക്ക് വൈസായി ഒഴിയുക. 6 പ്രാവശ്യം ക്ലോക്ക് വൈസ്, 6 പ്രാവശ്യം. അതിനുശേഷം എന്ത് ചെയ്യുക, നമുക്ക് നന്ദി പറയുക, നന്ദി ഭാവം, ഈശ്വരനോട് നന്ദി പറയും. എൻ്റെ ജീവിതത്തിലേക്ക് അബണ്ടൻസ്, കാരണം ഇനി വരുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി വന്നു കഴിഞ്ഞു. അബണ്ടൻസ് വന്നതിലേക്ക് ഒരുപാട് നന്ദി ഈശ്വര ഹൃദയത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചു നേരം ധ്യാനിച്ചിരിക്കാം. ആ ഒരു ഭാവം എന്താണോ, നിങ്ങൾക്ക് എന്താണോ അപ്പോൾ തോന്നുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാം. കുറച്ചു നേരം, ചിലവർക്ക് ഇത്രയും ചെയ്യുമ്പോൾ കുറച്ചു നേരം കൂടെ ഒന്ന് ധ്യാനത്തിൽ ഇങ്ങനെ ഇരിക്കാൻ തോന്നും. അങ്ങനെ തോന്നുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം പൂർണ്ണമായിട്ടും അപ്പം തന്നെ കുടിക്കാം. ഇത് എല്ലാ ദിവസവും നിങ്ങൾക്ക് ചെയ്യാം, എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇത് ആവർത്തിക്കാം. ഭയങ്കര എഫക്റ്റീവാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒരുപാട് പേർക്ക് ഒരുപാട് റിസൾട്ട് ഇതുകൊണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലും ഇത് നിങ്ങൾക്ക് എടുക്കാം. ഇതൊരു പ്രോസസ്സാണ്. ഒരുപാട് പേര് ട്രൈ ചെയ്യുന്ന, ഒരുപാട് കൾച്ചേഴ്സിൽ പല ഫോമിൽ ഇത് ട്രൈ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളിപ്പോൾ അബണ്ടൻസിന് വേണ്ടിയാണ് ചെയ്ത്, പല കാര്യങ്ങൾക്ക് വേണ്ടി ഇത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾ ഈശ്വരനിൽ വിശ്വസിക്കുന്നവരാവാം, വിശ്വസിക്കാത്തവരാകാം. പക്ഷെ നമ്മൾ ആ ഒരു കോൺഫിഡൻസോട് കൂടി ഇത് വർക്ക് ചെയ്യും എന്ന് കരുതി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. കോൺഫിഡൻസും വിശ്വാസവുമാണ് എല്ലാത്തിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈശ്വരനിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ആ പ്രപഞ്ച ശക്തിയെ മനസ്സിൽ വിചാരിച്ച് ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും അത് ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് ഇതൊന്നും ഇല്ല അല്ലെങ്കിൽ എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒരു പ്ലാസിബോ എഫക്റ്റ് ആണെന്ന് കരുതിയും നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും വളരെ നല്ലൊരു ടെക്നിക്കാണ്. നിങ്ങളുടെ കോൺഫിഡൻസും നിങ്ങൾക്ക് ഇതുവരെ കാണാത്ത, ഇത് ചെയ്യുന്നതോടുകൂടി ഇതുവരെ നിങ്ങളുടെ മുമ്പിലുണ്ട് ഓപ്പർച്യൂണിറ്റീസും, ഇതിന് പുതിയതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും എല്ലാം നിങ്ങൾക്ക് അതിലൊരു ഹോപ്പ് നിങ്ങൾ കണ്ടെത്തും. നിങ്ങൾക്ക് എല്ലാത്തിലും പ്രയത്നിക്കാനുള്ളൊരു ഹോപ്പ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളിതെല്ലാവരും ചെയ്യുക. എല്ലാവരുടെ ജീവിതത്തിലും സമൃദ്ധിയും സന്തോഷവും ഐശ്വര്യവും എല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.